എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മുൻ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, എനർജി സംബന്ധമായ പ്രശ്നങ്ങളില്ല, അസുഖങ്ങളൊന്നുമില്ല. വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ അത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അതിന് കഴിവുള്ള ഒരാളെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിക്കാം. ആദ്യം നിങ്ങളൊരു തച്ചുശാസ്ത്ര അറിയാവുന്ന ദൈവാധീനമുള്ളൊരു മനുഷ്യൻ, വെറുതെ പഠിച്ച ആൾ മാത്രം പോരാ, ദൈവാധീനം കൂടി വേണം. ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉള്ള ആളെങ്കിൽ വന്നെങ്കിൽ മാത്രമേ പ്രശ്നം തെളിയുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ വന്ന് കണക്കും നോക്കി കണക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകും. പക്ഷെ കണക്ക് മാത്രം നോക്കിയാൽ പോരാ. കാരണം ഈ കണക്കും മറ്റേതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതേപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചുറ്റളവ് കാര്യങ്ങൾ, മുറിയുടെ അളവുകൾ, ബാത്റൂമിൻ്റെ സ്ഥാനങ്ങൾ, അടുക്കളയുടെ സ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്. അത് വലിയൊരു സബ്ജക്റ്റാണ്. അതിനെപ്പറ്റി അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല, ഭാഗികമായ നോളജേ ഉള്ളൂ. പക്ഷെ അതെല്ലാം കറക്റ്റ് ചെയ്താലും നമുക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ മാറണമെന്നില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ പറയണത്. അപ്പോൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന് നോക്കിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതൊരു ഓപ്ഷൻ. പക്ഷേ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്ന് നിർബന്ധമില്ല, അല്ലേ? നമ്മൾ ഓൾറെഡി പലരെയും കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനതീതമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു എനർജി നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നൊരു എനർജി ഉണ്ടാവും. ചിലപ്പോൾ രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ ഈ എനർജി. ചിലപ്പോൾ ഒരു ആത്മാവായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാധകളായിരിക്കാം. അതേപോലുള്ള ചിലപ്പോൾ അതിൽ കൂടി സഞ്ചരിക്കുന്നൊരു ശക്തിയായിരിക്കും. പോക്കുവരത്ത് എന്നൊക്കെ പറയില്ലേ, നമ്മളിങ്ങനെ തേർവാഴ്ച, പോക്കുവരത്ത് എന്നൊക്കെ പറയുന്ന പോലുള്ള സംഭവങ്ങൾ. പിന്നെ നിങ്ങളുടെ താമസിക്കുന്ന ഭൂമിയുടെ അടിഭാഗത്ത്, അന്തർഭാഗത്തിരിക്കുന്ന ചില ശക്തികളുണ്ട്. അത് ചിലപ്പോൾ രാത്രിയായിരിക്കും ആക്റ്റീവ് ആവുക. അവർ എഴുന്നേറ്റ് മുകളിലോട്ട് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഭൂമിക്ക് അടിയിൽ കൂടി പല എനർജിയുടെ ചില പാത്തുകളുണ്ട്. ചില എനർജികൾ ഇങ്ങനെ സഞ്ചരിക്കും ഭൂമിക്ക് അടിയിൽ കൂടി. അതിൻ്റെ നേരെ മുകളിലാണ് നമ്മുടെ വീടിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇതൊന്നും ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സാധാരണ ജ്യോത്സ്യന്മാർക്കോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള, അതായത് സാധാരണ ഇത് പഠിച്ചിട്ടുള്ള തച്ചന്മാർക്കോ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് അത്രയും കഴിവുള്ള ആളുകൾ വന്ന് നോക്കിയെങ്കിൽ മാത്രമാണ് അത് തെളിയണമെന്നുള്ളൂ. അപ്പോൾ ഇതൊരു സങ്കീർണമായൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ ഞാൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇങ്ങനെയെല്ലാം ഉണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ.